നമസ്കാരം, ഏവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീട്ടിലെ ചെറി ബ്ലോസം എന്ന ബൊഗൈൻവില്ലയെക്കുറിച്ചാണ്. ഇതാണ് ചെറി ബ്ലോസം ബൊഗൈൻവില്ല. ചെറി ബ്ലോസം, ഇതിൻ്റെ ഈ പൂവിൻ്റെ പ്രത്യേകത കണ്ടോ? വളരെ കുഞ്ഞു പൂക്കളാണ് കേട്ടോ, വളരെ ചെറിയ പൂക്കളാണ്. പക്ഷെ നിറയെ ഇരട്ടയായിട്ട് കാണപ്പെടുന്ന ഒരു ഇനമാണ് ഇത്. നിറയെ കുഞ്ഞു 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 പൂക്കൾ ചേർന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ബൊഗൈൻവില്ലയാണിത്. ഇതിൻ്റെ പൂവിതളുകൾ ആദ്യം പച്ചയും, കണ്ടോ, ആദ്യം പച്ചയും പിന്നീട് വെള്ള നിറവും, കണ്ടോ, പിന്നീട് വെള്ള നിറവും, പിന്നീട് വെള്ള നിറവും, പിന്നെ നല്ല സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ പിങ്ക് നിറമാവുകയും ചെയ്യുന്നു. സൂര്യപ്രകാശം ലഭിക്കുമ്പോൾ നല്ല പിങ്ക് നിറമാവുകയും ചെയ്യുന്നു. പിന്നീട് ഈ പിങ്ക് നിറങ്ങൾ പർപ്പിൾ കളറായിട്ട് മാറുന്നു. വളരെ മനോഹരമാണ്. ഇത് വളരെ ചെറിയൊരു തയ്യുമാണ്. ഇതെപ്പോഴും കണ്ടോ, ബഞ്ച് ബഞ്ച് ബഞ്ചായിട്ടാണ് ഉണ്ടാകുന്നത്, കൂട്ടമായിട്ട് നിറയെ അടിഞ്ഞ് കൂട്ടമായിട്ടാണ് ഇതിൻ്റെ നിൽപ്പ്. കണ്ടോ, പിന്നെ ഇതിൻ്റെ പൂ തന്നെ കാഴ്ചയിൽ കാണാൻ ഒരു ഐസ്ക്രീം പോലുള്ള ഭംഗിയും ഉണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇത് നല്ലൊരു അലങ്കാര ചെടിയാണ് ഈ ചെറി ബ്ലോസം ബൊഗൈൻവില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബൊഗൈൻവില്ലയാണിത്. ഇതിന് ചൂടുള്ള കാലാവസ്ഥയിലും അത് വളരെ നന്നായിട്ട് പൂക്കുകയും ചെയ്യും. ഈ പൂക്കളുടെ പ്രധാന ഭാഗമെന്ന് പറയുന്നത് ഇലകളോട് സാമ്യമുള്ള വർണ്ണാഭമായ ഇലകളാണ് കേട്ടോ. കണ്ടോ, പിന്നെ നമുക്ക് ചെടിച്ചട്ടികളിലും ചുവരുകളിലും ഹാങ്ങിങ് ബാസ്ക്കറ്റുകളിലും നമുക്ക് ഈ ചെറി ബ്ലോസം ബൊഗൈൻവില്ലയെ വളർത്താൻ കഴിയും. കണ്ടല്ലോ, ചെറി ബ്ലോസം ബൊഗൈൻവില്ല നന്നായി ബഞ്ചായിട്ട് പൂക്കുന്ന വളരെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടോ. ഫസ്റ്റ് ഗ്രീൻ കളർ, പിന്നീട് വൈറ്റ് കളർ, അത് കഴിഞ്ഞ് പിങ്ക്, ലാസ്റ്റിൽ പർപ്പിൾ കളറായിട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ ചെറി ബ്ലോസം ബൊഗൈൻവില്ല എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കും കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ പൂന്തോട്ടത്തിൽ ഒരു ഐറ്റമായിട്ട് നടുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.